ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈൻ ഫോറസ്റ്റ് വരെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ചതേ നടക്കുകയാണ് വണ്ടിയിൽ കയറാനായിട്ട്. പിന്നെ വണ്ടിയിൽ കയറിയിട്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ പാറയിലേക്കാണ്. ഭയങ്കര മഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പൊന്മുടിയുടെ അതേ ഫീലൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടത്. ഇത്രയും മഞ്ഞ് ഞാൻ പൊന്മുടിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇടുക്കിയിൽ വരുമ്പോൾ ഇത്രയും മഞ്ഞ് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. കണ്ടോ, തിരക്ക് കണ്ടോ, നിറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലകളൊന്നും കാണാനേ പറ്റുന്നില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നു, ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. മോൻ വാങ്ങിയ കാറൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ അതിന് മുകളിലേക്ക് കയറാനുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് വരെ പോയില്ല, കാര്യം ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് സമയം കളഞ്ഞതുകൊണ്ട് തന്നെ ഫുള്ള് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്നാലും കുറേ ദൂരം മാക്സിമം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ കുറേ മഞ്ഞൊക്കെ കാറ്റടിച്ച് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഇത്രയും ക്ലിയറായി. എന്നാലും അങ്ങ് ദൂരെയുള്ള മലകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് മഴ പോലെ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞ് തന്നെയാണോ മഴ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അച്ഛൻ ഇവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് മുകളിലേക്ക് പോകാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പാറ ശ്രദ്ധിച്ച് നടക്കണം പാറയിലൂടെ പോകുമ്പോഴേക്കും. കാര്യം വലിയ യൂണിഫോം ആയിട്ടുള്ള സർഫസ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ വീഴും. അങ്ങനെ ഞങ്ങളത് മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം കഴിയുമ്പോഴേക്കും എത്തിയെന്ന് വിചാരിക്കും. അപ്പോഴേക്കും പിന്നെയും താഴെ യെല്ലോ ലൈൻ ഇങ്ങനെ ഇട്ടേക്കും പാറയിൽ. അത് നോക്കിയാണ് നമ്മൾ പോകുന്നത്. വീണ്ടും യെല്ലോ ലൈൻ കാണും. അതും കഴിഞ്ഞ് നടന്ന് കുറേ പോയി. ലാസ്റ്റ് പിന്നെയും ഒരുപാടുണ്ടെന്ന് കണ്ടപ്പോഴേക്കും തിരിച്ചിറങ്ങാൻ സമയമായി. കാര്യം ഞങ്ങൾ നേരത്തെ വന്നപ്പോഴേ ഇരുന്ന് കുറച്ച് ടൈം കളഞ്ഞല്ലോ, അവിടെ റെസ്റ്റ് എടുത്തല്ലോ. അപ്പോഴേക്കും അങ്ങ് മുകളിൽ കയറാൻ പറ്റുന്ന അത്രയും സമയം കിട്ടിയില്ല. കുറേ സമയം ആദ്യം പോയതുകൊണ്ട്. എന്നാലും മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് നന്നായിട്ട് വന്ന് മൂടും. നല്ല തണുപ്പായിരിക്കും. പിന്നെ ആ മഞ്ഞ് കാണുമ്പോഴത്തേക്കും നമുക്ക് മലനിരകളും പച്ചപ്പൊക്കെ കാണാനും പറ്റും. നല്ല ഭംഗിയായിരുന്നു. നിങ്ങളത് കണ്ട് നോക്കുക കേട്ടോ. ഞാൻ ഏറ്റവും മുകളിലൊന്നും കയറിയില്ല. ഒരു പാതി വഴി കയറിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ അതായത് ഫോഗുള്ള സമയത്തും ഫോട്ടോ എടുക്കാം, ഫോഗ് ഇല്ലാത്ത സമയത്തും ഫോട്ടോ എടുക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ പാറയിൽ ഇതിങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാല് തെറ്റി വീഴാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാറയാണ്. പിന്നെ അവർ ഒരു യെല്ലോ ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകരുതെന്നുള്ളത്. അതിൽ റൂൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ അപകടമൊന്നും ഉണ്ടാവാതെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. പിന്നെ ഇതുപോലെ എല്ലാ ആരും ഇട്ടേക്കുന്ന രീതിക്ക് തന്നെ നടന്നു പോയാൽ മതി. എല്ലാം കറക്റ്റ് റൂട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അത് എത്താറാകുമ്പോഴേക്കും മുകളിൽ തങ്ങൾ പറയുമെന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിംസിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. അവരുടെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിനടുത്തോട്ട് എത്താറാകുമ്പോഴേക്കും ലാസ്റ്റിലോട്ട് നമ്മൾ പോകുമ്പോഴേക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒച്ച ഉണ്ടാക്കരുത് എന്നൊക്കെ ഉള്ളത്. അപ്പം അത്രയും റെസ്പെക്റ്റോടെയാണ് അവരത് കാണുന്നൊരു സ്ഥലം. അതായത് തീർത്ഥാടന കേന്ദ്രം പോലെയാണ് ഉണ്ടായിരുന്നത്. കണ്ടോ, മഞ്ഞുണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ. ഈ മഞ്ഞ് മാറുമ്പോഴത്തേക്കും വേറെ നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിത് വീണ്ടും കയറി പോവാണ്. ഞങ്ങൾ വിചാരിച്ചു ഇത് കയറി കഴിയുമ്പോഴേക്കും എത്തുമെന്ന്. പക്ഷേ എത്തിയില്ല. പിന്നെയും പോകണമായിരുന്നു. പിന്നെയും പാറകൾ കയറി ഇറങ്ങിയൊക്കെ പോകണമായിരുന്നു. എന്തായാലും നിങ്ങൾ നാച്ചറൊക്കെ കണ്ട് ആസ്വദിക്കുക. ഞാൻ ലാസ്റ്റ് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല പറയാനായിട്ട്. ഇതേ കണ്ടോ, പാറപ്പുറത്ത് കയറും തോറും നല്ല മലകൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോഴത്തേക്കും വേറൊരു മല കണ്ടു. അവിടെയാണെങ്കിൽ കുറച്ച് ആളുകൾ നിൽക്കുന്ന കണ്ടു. പിന്നീടാണ് ആ സത്യം മനസ്സിലായത്, അത് മൊട്ടക്കുന്നായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് വാഗമൺ മെഡോസ് എന്ന് പറയുന്ന സ്ഥലം. അത് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇത് കണ്ടോ, അങ്ങ് ദൂരെ എല്ലാവരും കയറുന്നുണ്ട്. ഇതിന് മുകളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ആളുകൾ കയറുന്നില്ലേ, അതിന് മുകളിൽ വരെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്കകത്തെല്ലാം ഞാൻ കയറി അത്രയും സ്ഥലം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കയറി ക്ഷീണിച്ചത് ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല നല്ല സീനറി കിട്ടി. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഭയങ്കര തണുപ്പൊന്നുമല്ല, എന്നാൽ ചൂടുമല്ല. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാലാവസ്ഥ തന്നെയായിരുന്നു ഞങ്ങൾ പോയ സമയത്തുണ്ടായിരുന്നത്. ഇത്രയും ഹൈറ്റ് വരെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി. കാര്യം ഇനിയും മുകളിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ലേറ്റ് ആയതുകൊണ്ട് മുകളിലേക്ക് കയറാനില്ല. കാര്യം ഇനി കുറച്ചുകൂടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കയറാൻ നിന്നില്ല. കയറി കഴിഞ്ഞാൽ എത്തത്തില്ല. അതുകൊണ്ട് തിരിച്ചിറങ്ങി. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ എനിക്ക് നല്ലതാണ് തോന്നിയത്. എന്തായാലും കുറേ നേരം റിലാക്സ് ചെയ്യാനായാലും ഫോട്ടോ എടുക്കാനായാലും പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാനായാലും കാറ്റ് കൊള്ളാനായാലും ഒക്കെ പറ്റിയ സ്ഥലം തന്നെയായിരുന്നു ഞങ്ങൾ പോയ ഈ ഒരു സ്ഥലം. അപ്പോൾ നെക്സ്റ്റ് പ്ലേസിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.